സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. വി ശിവൻകുട്ടി MLAയുടെ നേതൃത്വത്തിൽ മന്ത്രി കെ ബാബുവിനെതിരെ കരിങ്കൊടി പ്രതിഷേധം. ഇതിന്റെ തത്സമയ സംപ്രേഷണം. ഇന്ന് ഇവിടെ നടക്കുന്ന സമരം അഴിമതിക്കെതിരായിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ CPM-ന്റെ സമരമാണ്. സമാധാനപരമായിട്ടുള്ള സമരമാണ്. അഴിമതിക്കെതിരായിട്ടുള്ള നിലയിലാണ് വിജിലൻസ് കോടതി കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ 1 കോടി കോഴ വാങ്ങിയ KM മാണി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ കേസിൽ പ്രതിയായിട്ടുള്ള മന്ത്രി കെ ബാബു 1 കോടിയല്ല 10 കോടി രൂപയാണ് കോഴ വാങ്ങിയിരിക്കുന്നത്. 1 കോടി രൂപ കോഴ വാങ്ങിയ KM മാണി പുറത്ത്, 10 കോടി രൂപ കോഴ വാങ്ങിയ കെ ബാബു അകത്ത്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ മാർച്ച് മാസം 13-ാം തീയതി അഴിമതി വീരനായിട്ടുള്ള KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന നിയമസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി. നിയമസഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധ ദിനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി. എന്നാൽ എല്ലാവിധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടും പാർലമെന്ററി ജനാധിപത്യത്തെ തന്നെ കളങ്കം ചാർത്തിക്കൊണ്ടും കേരള സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ബാർക്കോഴ കേസിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ CPM നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയാണ്. വി ശിവൻകുട്ടി MLAയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഇപ്പോൾ ഇതിന് വിശദാംശങ്ങൾ നൽകാൻ ഷീജ ടെലിഫോൺ ലൈനിലുണ്ട്. ഷീജ, പ്രതിഷേധം തുടരുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സുരേഷ്, സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തിനായി മന്ത്രി കെ ബാബു എത്തിയ സാഹചര്യത്തിലാണ് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചത്. ഇത്തരത്തിൽ ബാർക്കോഴയിൽ ആരോപണ വിധേയനായ മന്ത്രി രാജിവെക്കുക എന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ ഇപ്പോൾ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. കരിങ്കൊടി വി ശിവൻകുട്ടി MLAയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ തുടരുന്നതും. മന്ത്രിയെ നിലവിൽ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ. ഇപ്പോഴും വി ശിവൻകുട്ടി MLAയുടെ നേതൃത്വത്തിൽ DYSI പ്രവർത്തകരും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട്. റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകർ ഇരിക്കുകയാണ്. മന്ത്രി പോലീസ് കാവലിൽ ഇപ്പോൾ റോഡിൽ മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ ഇരിക്കുകയാണ്. മന്ത്രി ഇതുവരെയും
പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ റോഡ് ഉപരോധിക്കുന്ന പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ മന്ത്രിക്ക് ഈ പരിപാടിയിലേക്ക് ബിവറേജസ് കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനം എന്ന ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രവർത്തകർ റോഡ് ഉപരോധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ശിവൻകുട്ടി MLA ഇപ്പോൾ ഈ പ്രതിഷേധ സമരത്തിൽ സംസാരിക്കുകയാണ്. സുരേഷ്, ഷിജ, CPM പ്രവർത്തകർ ഒപ്പം തന്നെ DYFI പ്രവർത്തകരും അവിടെയുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? അത്തരത്തിലൊരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പോലീസ് ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സുരേഷ്, കൂടുതൽ പോലീസിനെ ഇവിടെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഏതായാലും ACPയുടെ നേതൃത്വത്തിൽ ഉള്ള പോലീസ് സന്നാഹം നിലവിൽ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ നിന്നും പ്രവർത്തകർ സമാധാനപൂർവ്വം ഇവിടെ നിന്നും പിരിഞ്ഞു പോകണമെന്ന് പോലീസ് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ആരോപണ വിധേയനായ മന്ത്രി രാജിവെക്കാതെ ഇത്തരത്തിൽ തുടരുന്നൊരു സാഹചര്യത്തിലേക്ക് ഇനിയും പോകാൻ അനുവദിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ തുടരുന്നത്. ഏതായാലും പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മന്ത്രിയുടെ വാഹനം ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മന്ത്രിയുടെ വാഹനത്തിന് ചുറ്റും പോലീസ് കാവലുമുണ്ട്. കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും സ്ഥലത്ത് സംഘർഷ സാധ്യതയില്ലെങ്കിലും പക്ഷേ വലിയൊരു പോലീസ് ക്യാമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തങ്ങൾ ഈ റോഡ് ഉപരോധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തകരും റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ്, ഷിജ, അതായത് മന്ത്രിയെ ഉപരോധിച്ചുകൊണ്ട് റോഡിൽ തടഞ്ഞുകൊണ്ട് പ്രതിഷേധം തുടരാൻ തന്നെയാണോ CPM പ്രവർത്തകരുടെ തീരുമാനം? നിലവിൽ ഇപ്പോഴും റോഡ് ഉപരോധം തുടരുകയാണ്. മസ്കറ്റ് ഹോട്ടലിന് സമീപത്തുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടെ റോഡിൽ കുത്തിയിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി മന്ത്രി K ബാബുവിനെ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ ഇവിടെ കുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാനുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത്. പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റിയാൽ മാത്രമേ മന്ത്രിക്ക് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ ഭാഗമായി പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും പുരോഗമിക്കുന്നത്. സുരേഷ്, ഷിജ, CPM പ്രവർത്തകർ അതോടൊപ്പം തന്നെ DYFI പ്രവർത്തകരാണ് അവിടെയുള്ളത്. വൻ പ്രതിഷേധക്കാർ തന്നെയാണോ അവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്? തീർച്ചയായും വലിയ ഈ പ്രതിഷേധത്തിൽ അണിചേരാൻ വലിയൊരു സംഘം പ്രവർത്തകർ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും DYFIയുടെയും CPMന്റെയും വി ശിവൻകുട്ടി MLA നേതൃത്വം നൽകുന്ന ഈ പ്രതിഷേധ സമരത്തിൽ DYFIയുടെ അതുപോലെ തന്നെ മറ്റ് മുൻ മേയർ ജയൻ ബാബു തുടങ്ങിയവരും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. അതേസമയം പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇതിനെതിരെയും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മന്ത്രി K ബാബുവിനെ റോഡിൽ ഉപരോധിച്ചുകൊണ്ട് CPM DYFI പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയാണ്. കരിങ്കൊടി പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ വി ശിവൻകുട്ടി MLAയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുകയാണ്. പ്രതിഷേധം തുടരും. മന്ത്രി K ബാബുവിനെ ബാർക്കോഴയിൽ ആരോപണ വിധേയനായ മന്ത്രി K ബാബുവിനെ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് CPM DYFI പ്രവർത്തകരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ബാർ കേസുമായി ബന്ധപ്പെട്ട് 10 കോടി കോഴ വാങ്ങിയ K ബാബു രാജിവെച്ച് പുറത്തു പോകണം എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ആ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 1 കോടി രൂപ വാങ്ങിയ KM മാണി ധനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തു പോവുകയും അതോടൊപ്പം തന്നെ 10 കോടി വാങ്ങിയ K ബാബു മന്ത്രിസഭയിൽ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഴിമതിക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്.
എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ CPM പ്രവർത്തകർ LDF പ്രവർത്തകർ ഇപ്പോൾ ഉപരോധം തീർത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ബിവറേജസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിനെത്തിയ എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെയാണ് LDF പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം തീർത്തത്. റോഡ് ഉപരോധിച്ചുകൊണ്ട് നിലപാടിൽ തുടർന്ന LDF പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രി ഇപ്പോൾ വാഹനം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ തിരുവനന്തപുരത്തെ LDF പ്രവർത്തകരുടെ പ്രതിഷേധം. റോഡ് ഉപരോധിച്ചുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധമാണ് LDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബിവറേജസ് കോർപ്പറേഷന്റെ ഭാഗമായുള്ള ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ചടങ്ങിനെത്തിയ മന്ത്രി കെ ബാബുവിനെതിരെ ശക്തമായ ഉപരോധമാണ് LDF പ്രവർത്തകർ തീർത്തത്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ഷീജ ടെലിഫോണിലുണ്ട്. ഷീജ, ഇപ്പോൾ ഉപരോധത്തെ തുടർന്ന് മന്ത്രി പിരിഞ്ഞുപോയ അല്ലെങ്കിൽ വഴി തിരിച്ചുപോയ ഒരു സാഹചര്യമാണുള്ളത്. നിലവിലെ അവസ്ഥ എന്താണ്? സുരേഷ്, നിലവിൽ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെ നിന്നും മസ്കറ്റ് ഹോട്ടലിനകത്തേക്കാണ് മന്ത്രി കയറിയിരിക്കുന്നത്. ഈ മസ്കറ്റ് ഹോട്ടലിന് സൈഡിലുള്ള ഗേറ്റ് വഴി മന്ത്രിക്ക് ഇതുവഴി പുറത്തിറങ്ങി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അവിടെ നിന്നും മാറി ഈ മസ്കറ്റ് ഹോട്ടലിന് ഗേറ്റിന് സമീപത്തേക്ക് അവരുടെ പ്രതിഷേധം മാറ്റിയിട്ടുണ്ട്. ഇതുവഴി മന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പ്രവർത്തകരുടെ പ്രതിഷേധം അവിടെ നിന്ന് മാറ്റി ഈ മസ്കറ്റ് ഹോട്ടലിന്റെ സൈഡിലുള്ള ഗേറ്റിന് സമീപത്തേക്ക് അവരുടെ പ്രതിഷേധം മാറ്റിയിട്ടുള്ളത്. ഇപ്പോഴും ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുക തന്നെയാണ് സുരേഷ്. അതായത് ഷീജ, തങ്ങളുടെ നിലപാട് ശക്തമായി ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണോ LDFന്റെ തീരുമാനം? തീർച്ചയായും സുരേഷ്, ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി മന്ത്രി അനുവദിക്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോഡ് ഉപരോധിച്ചിരുന്ന പ്രവർത്തകർ അവിടെ നിന്നും മന്ത്രി മസ്കറ്റ് ഹോട്ടലിലേക്ക് കയറിയതും ആ നിമിഷത്തിൽ തന്നെ അവരുടെ പ്രതിഷേധം അവിടെ നിന്നും മാറ്റി മസ്കറ്റ് ഹോട്ടലിന് സമീപത്തെ ഗേറ്റിന് മുന്നിലേക്ക് മാറ്റിയത്. അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാനായി മന്ത്രി അനുവദിക്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം തുടരുന്നത്. ഷിജ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും CPIMന്റെയും DYFIയുടെയും കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്? നിലവിൽ ഇവിടെയുള്ള പ്രവർത്തകരെല്ലാം തന്നെ അവരുടെ ശക്തമായ പ്രതിഷേധവുമായി തുടരുക തന്നെയാണ്. ഇതിലേതായാലും വി ശിവൻകുട്ടി MLAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്രതിഷേധ സമരം പ്രധാനമായും DYFI പ്രവർത്തകരും മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകരും എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. ഈ പ്രതിഷേധത്തിൽ നിന്നും തങ്ങൾ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്രതിഷേധവുമായി റോഡ് കുത്തിയിരുന്ന് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മന്ത്രി മസ്കറ്റ് ഹോട്ടലിനകത്തേക്ക് കയറിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി മസ്കറ്റ് ഹോട്ടലിന് സമീപത്തെ ഗേറ്റിലൂടെ വരും കടക്കാനുള്ള ഒരു ശ്രമം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ അവരുടെ പ്രതിഷേധം അവിടെ നിന്നും മാറ്റി ഈ ഗേറ്റിന് സമീപത്തേക്ക് അവരുടെ പ്രതിഷേധം മാറ്റിയിരിക്കുന്നത്. സുരേഷ്, ഷീജ, ഉപരോധത്തിൽ ഉറച്ചു നിന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള നീക്കവും അത്തരമൊരു ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇപ്പോൾ പോലീസ് കൂടുതൽ സന്നാഹം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? പോലീസിന്റെ കൂടുതൽ സന്നാഹം ഇവിടെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നും പ്രവർത്തകരെ മാറ്റാനായി ഇവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനായുള്ള ശ്രമങ്ങൾ നടന്നു. ഇതായിരുന്നു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കത്തിന് ഇടയാക്കിയത്. ഇതേ തുടർന്ന് ഈ ഒരു സാഹചര്യത്തിലായിരുന്നു മന്ത്രി മസ്കറ്റ് ഹോട്ടലിനകത്തേക്ക് കടന്നതും. ഈ സാഹചര്യത്തിലാണ് പ്രവർത്തകർ അവിടെ നിന്നും അവരുടെ പ്രതിഷേധം മാറ്റി മസ്കറ്റ് ഹോട്ടലിന് സമീപത്തെ ഗേറ്റിന്റെ ഭാഗത്തേക്ക് അവരുടെ പ്രതിഷേധം മാറ്റിയത്. എന്നാൽ തങ്ങൾ ഇവരുടെ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുക തന്നെയാണ്. കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഷീജ, എത്ര മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് സമയം നിശ്ചയിച്ചിരുന്നത്? ഇപ്പോൾ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ നിലപാടിൽ കർശനമായി നിലപാട് വ്യക്തമാക്കി ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും? നിലവിൽ 10:30ക്കാണ് ഇവിടെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 10:30ക്ക് ഉദ്ഘാടനം നിശ്ചയിച്ച സമയത്തിന് മുന്നോടിയായി തന്നെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്ന സമയത്ത് തന്നെ പോലീസും ഇവിടെ കൂടുതൽ പോലീസും സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇവിടെ നിന്നും പ്രവർത്തകരെ ആരെയും അകത്തേക്ക് കടത്തിവിടാത്ത ഒരു തരത്തിൽ കൂടുതൽ പോലീസാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടനം ബിവറേജസ് കോർപ്പറേഷന്റെ ആസ്ഥാന മന്ത്രി ഉദ്ഘാടനം 10:30ക്കാണ് തീരുമാനിച്ചിരുന്നത്. ഏതായാലും മന്ത്രി എത്താത്ത സാഹചര്യത്തിലും ഈ പ്രതിഷേധങ്ങൾക്ക് നടുവിലും നിലവിൽ ഇപ്പോൾ പരിപാടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. അതേസമയം പ്രതിഷേധം പുറത്ത് ഇവിടെ ശക്തമായി തുടരുകയുമാണ്. എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ LDF പ്രവർത്തകർ ഇപ്പോൾ ഉപരോധം തീർക്കുകയാണ്. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിന് ഗേറ്റിന് മുന്നിലാണ് ഇപ്പോൾ ഉപരോധം തീർത്തിരിക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷന്റെ ഉദ്ഘാടന ചടങ്ങിന് എത്തേണ്ട മന്ത്രിയെ
CPM പ്രവർത്തകർ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും പ്രവർത്തകരടങ്ങുന്ന LDF പ്രവർത്തകർ റോഡിൽ കരിങ്കൊടിയുമായി ഉപരോധിക്കുകയായിരുന്നു. കരിങ്കൊടി പ്രതിഷേധം തീർക്കുകയായിരുന്നു. എന്നാൽ മറ്റൊരു വഴിക്ക് മസ്കറ്റ് ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിച്ച മന്ത്രിയെ ഒരു തരത്തിലും പുറത്തേക്ക് കിടക്കാൻ, ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് വി ശിവൻകുട്ടി MLAയുടെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ ഇപ്പോൾ ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസ് മന്ത്രി ബാർക്കോഴയിൽ ആരോപണ വിധേയനായ കെ ബാബുവിനെ ഒരു തരത്തിലും ഉദ്ഘാടന ചടങ്ങിന് അനുവദിക്കില്ല, ഉപരോധം തീർക്കും എന്ന രീതിയിലുള്ള നയം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് LDF പ്രവർത്തകരുടെ ശക്തമായ ഉപരോധ സമരം ഇപ്പോഴും പുരോഗമിക്കുന്നത്. ബാർക്കോടിയിൽ ബാറുടമകളിൽ നിന്നും 10 കോടി കൈക്കൂലി വാങ്ങിയ കെ ബാബു ഉടൻ രാജിവെക്കുക, അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സമീപനത്തിൽ നിന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പിൻവാങ്ങുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് LDF പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നത്. എക്സൈസ് മന്ത്രി കെ ബാബുവിനെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നയം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, CPM, ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ ഉപരോധം തീർത്തുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ബലപ്രയോഗം ഉണ്ടായെങ്കിലും ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ മന്ത്രിക്ക് പിൻവാങ്ങേണ്ടി വന്നു. അദ്ദേഹം ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മസ്കറ്റ് ഹോട്ടലിന്റെ ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ LDF പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. ബാർക്കോട് കേസിൽ ആരോപണ വിധേയനായ എക്സൈസ് മന്ത്രി കെ ബാബുവിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള CPM LDF പ്രക്ഷോഭത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അല്പസമയം മുമ്പ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിനെത്തിയ എക്സൈസ് മന്ത്രി കെ ബാബുവിനെ LDF പ്രവർത്തകർ റോഡിൽ ഉപരോധിച്ചത്. കരിങ്കൊടിയുമേന്തിയാണ് പ്രവർത്തകർ എക്സൈസ് മന്ത്രിയെ ഉപരോധിച്ചത്. അഴിമതി ആരോപണ വിധേയനായ ബാർ ഉടമകളിൽ നിന്നും 10 കോടി കൈക്കൂലി വാങ്ങി അഴിമതിക്ക് വിധേയനായ മന്ത്രി കെ ബാബുവിനെ ഒരു പൊതുചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയായിരുന്നു LDF പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. ഈ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ എക്സൈസ് മന്ത്രിക്ക് പിൻവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന മസ്കറ്റ് ഹോട്ടൽ ഗേറ്റിന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണുള്ളത്. 10:30 തീരുമാനിച്ചിരുന്ന ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ നീളുകയാണ്. എക്സൈസ് മന്ത്രി കെ ബാബുവിനെ ഒരു തരത്തിലും ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് LDF പ്രവർത്തകരുടെ പ്രതിഷേധം. ഇപ്പോൾ ഏറ്റവും വലിയ വിവരങ്ങൾ നൽകാൻ ഷീജ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷീജ, ഇപ്പോഴും ശക്തമായ ഉപരോധം തുടരുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുരേഷ്, ഇപ്പോഴും പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുക തന്നെയാണ്. ഇവിടെ മസ്കറ്റ് ഹോട്ടലിന് സമീപത്തായി ബിവറേജസ് കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ടായിരുന്നു മന്ത്രി കെ ബാബു ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. മന്ത്രി എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ, അരമണിക്കൂർ മുൻപ് തന്നെ പ്രവർത്തകർ പ്രതിഷേധവുമായി ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ ഈ പ്രതിഷേധം വകവയ്ക്കാതെയായിരുന്നു മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നത്. മന്ത്രി എത്തിയ സാഹചര്യത്തിൽ തന്നെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു മന്ത്രിക്ക് നേരെ. മന്ത്രിയുടെ വാഹനം ഏറെ നേരമാണ് റോഡിൽ പോലീസ് കാവലിൽ പ്രവർത്തകർ അവിടെ ഉപരോധിച്ചിരുന്നത്. ഏറെ നേരത്തിന് ശേഷമാണ് പ്രവർത്തകരുടെ ഉപരോധം തുടരുന്നു എന്ന് കണ്ട സാഹചര്യത്തിലായിരുന്നു മന്ത്രി മസ്കറ്റ് ഹോട്ടലിനകത്തേക്ക് കയറിയത്. മസ്കറ്റ് ഹോട്ടലിനകത്തേക്ക് കയറിയതോടുകൂടി തന്നെ പ്രവർത്തകർ അവരുടെ പ്രതിഷേധം അവിടെ നിന്നും മസ്കറ്റ് ഹോട്ടലിന് സമീപത്തെ ഗേറ്റിനടുത്തേക്ക് മാറ്റുകയായിരുന്നു. കാരണം ഈ ഗേറ്റ് വഴി മന്ത്രി ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രതിഷേധം അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും ഇപ്പോഴും അവരുടെ പ്രതിഷേധം തുടരുകയാണ്. പ്രവർത്തകർ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തെ വി ശിവൻകുട്ടി MLAയുടെ നേതൃത്വത്തിലുള്ളവർ എതിർത്തിരുന്നു. ഇത് ചെറിയ തോതിൽ പോലീസുമായി പ്രവർത്തകർ വാക്കുതർക്കത്തിനും ഇടയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴും
രണ്ടിടങ്ങളിലായി ഉദ്ഘാടന വേദിക്ക് മുൻപിലും അതോടൊപ്പം തന്നെ മസ്കറ്റ് ഹോട്ടലിന് സമീപത്തെ ഗേറ്റിന് മുന്നിലുമായി പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിയെ ഒരു വിധത്തിലും ബാർക്കോഴയിൽ ആരോപണ വിധേയനായ മന്ത്രിയെ രാജിവെക്കുക, അല്ലാതെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാനായി അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ ഇപ്പോഴും ഉപരോധം തുടരുന്നത്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഈ സമരത്തിൽ ഈ പ്രതിഷേധ പരിപാടിയിൽ നിന്നും തങ്ങൾ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉപരോധവുമായി പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. ഷീജ, അതായത് ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിന്റെ ഗേറ്റിന് മുന്നിലും അതോടൊപ്പം തന്നെ ബിവറേജസ് കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ വേദിക്ക് മുന്നിലും ശക്തമായ പ്രതിഷേധം തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ തങ്ങൾ നിലപാടിൽ നിന്നും പിൻവാങ്ങുന്നില്ല, ശക്തമായ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. തീർച്ചയായും സുരേഷ്, ആ രീതിയിൽ തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വി ശിവൻകുട്ടി MLA-യുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ സമരം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ DYFI പ്രവർത്തകരും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകരും ഈ പ്രതിഷേധ സമരത്തിൽ പങ്കുചേരുന്നുണ്ട്. ഏത് വിധേനയും മന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുന്നത്. സംഭവസ്ഥലത്തേക്ക് കൂടുതൽ പോലീസും സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാതെ മന്ത്രിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഈ പ്രതിഷേധം വലിയൊരു പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിലാണ് പോലീസ് ആ നടപടിയിൽ നിന്നും പിൻവാങ്ങിയത്. ഈ ഘട്ടത്തിലായിരുന്നു മന്ത്രി മസ്കറ്റ് ഹോട്ടലിനകത്തേക്ക് കയറിയതും. അതുകൊണ്ട് തന്നെ മസ്കറ്റ് ഹോട്ടലിന് സൈഡിലുള്ള ഗേറ്റ് വഴി ഈ പരിപാടിയിൽ മന്ത്രിക്ക് പങ്കെടുക്കാനായി പോകാൻ സാധിക്കും. ഇത് ഒഴിവാക്കാനായാണ് പ്രവർത്തകർ ഇപ്പോൾ രണ്ടിടങ്ങളിലായി അവരുടെ പ്രതിഷേധ സമരം തുടരുന്നത്. ഒന്ന്, ഈ ഗേറ്റിന് സമീപത്തായി അവരുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടി MLA-യുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഈ പരിപാടി നടക്കുന്ന ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തിന്റെ ആ വേദിക്ക് പുറത്തും അവരുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷീജ, LDF-ന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധം തുടരാൻ തീരുമാനിച്ച ഒരു സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് സന്നാഹം അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണോ? ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ പോലീസിനെ ഇപ്പോൾ ഇതിനോടകം തന്നെ പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും നേരത്തെ തന്നെ ചെറിയ തോതിൽ വാക്കുതർക്കം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പോലീസിനെ കൂടി ഇങ്ങോട്ടേക്ക് പോലീസ് വിളിച്ചിട്ടുണ്ട്. ഏതായാലും വലിയൊരു സംഘർഷം ഇപ്പോൾ നിലവിലില്ലെങ്കിൽ പോലും സംഘർഷ സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതോടൊപ്പം തന്നെ മന്ത്രിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതും പോലീസിന് മുന്നിൽ ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെയും സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രവർത്തകരെ ഇവിടെ നിന്നും ഏത് വിധേനയും ഒഴിവാക്കുക, ഇവിടെ നിന്നും നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. എന്നാൽ ഇതിന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലും പ്രവർത്തകർ അതിനെതിരെ പോലും വലിയ പ്രതിഷേധം ഉയർത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഇവിടെ ഉപരോധം തുടർന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ഈ പ്രതിഷേധത്തിൽ നിന്നും തങ്ങൾ പിന്നോട്ടില്ല എന്നൊരു നിലപാട് തന്നെയാണ് പ്രവർത്തകരും. സുരേഷ്, എക്സൈസ് മന്ത്രി K. ബാബുവിനെതിരെ LDF നേതൃത്വത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉപരോധം നടത്തുകയാണ്. ബിവറേജസ് കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരത്തിൽ പങ്കെടുക്കേണ്ട മന്ത്രിയെ ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിന് മുന്നിലും ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന വേദിക്ക് മുന്നിലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്കും കൂടുതൽ വിവരങ്ങളിലേക്കും വളരെ വേഗം തിരികെ എത്താം.